പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വീട്ടിലേക്കുള്ള സാധനങ്ങൾ എല്ലാം നമ്മൾ ഉപ്പോട്ട് കപ്പോരിനുള്ള സാധനങ്ങൾ എവിടെ നിന്നാണ് ഏറ്റവും വില കുറവിൽ മേടിക്കാൻ പറ്റുന്നത്. അപ്പം നമുക്ക് ട്രിവാൻഡ്രത്തുകാർക്കാണെങ്കിൽ കുറച്ച് സ്ഥലങ്ങളുണ്ട്, എല്ലാവർക്കും അറിയാം. പെട്ടെന്ന് ഇപ്പം പോകുന്നില്ല ലുലു മോളിലേക്കാണ്. ഞാൻ കണ്ടിട്ട് ഭയങ്കര ഇടിയും മകളവും തിരക്കുമാണ് ലുലു മോളിൽ. ഏറ്റവും കൂടുതലായിട്ട് സമയം വെറുതെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ സംസാരിക്കാൻ വേണ്ടി വരുന്ന കുറച്ച് സ്ഥലങ്ങളായിട്ട് കുറച്ച് സ്ഥലങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ട്. അത് കൂടുതലും കുറച്ച് ക്യാഷൊക്കെ ഇതാണെങ്കിൽ ഉള്ളവരാണെങ്കിൽ പ്രത്യേകിച്ച് ആണെങ്കിൽ നന്നായിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റും. പിന്നെ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ പോകുന്നതാണ് രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിൻ്റെ ഷോപ്പ് കാര്യങ്ങളൊക്കെ പോകുന്നത്. പിന്നെ അങ്ങനെ ഇങ്ങനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറേ ഉണ്ട്. പിക്സാറ്, അതേപോലെ നമ്മുടെ പോത്തീസ്, രാമചന്ദ്രൻ, ലുലു, പിന്നെ വേറെ ഓർമ്മയിലൊന്നും വരുന്നില്ല. അങ്ങനെ ഓർമ്മയിൽ വരുന്നെങ്കിൽ പറഞ്ഞില്ല. ഓക്കെ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ ഷോപ്പുകൾ വരുന്നുണ്ട്. ഇതിൽ എവിടെയാണ് ഏറ്റവും കൂടുതൽ ലാഭത്തിലുള്ളത് എന്നതാണ് നമ്മുടെ ടോപ്പിക്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പോയി ബെറ്ററായിട്ട് തോന്നിയ സമയം മാത്രമാണ് ഞാൻ ഇതിൽ വീഡിയോസിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. ഓക്കെ, അല്ല വേറെ ഒന്നും ഞാൻ അപ്ലോഡ് ചെയ്യാറില്ല. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊന്നും സ്കൂൾ തുറന്നതിൻ്റെ തിരക്കൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ സമയമില്ല, അതുകൊണ്ടിട്ടായിരുന്നു. അപ്പം ഞാൻ ഫ്രീ ആയപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്തു. അപ്പം ഫസ്റ്റ് തന്നെ പോകും ലുലുവിൽ എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയത് ഹൈപ്പർ മാർക്കറ്റിൽ പോയപ്പോഴത്തേക്ക് ഞാൻ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു മുമ്പ്. അപ്പം എനിക്ക് തോന്നിയത് നമ്മുടെ പ്ലമ്മിൻ്റെ പ്രോഡക്റ്റ് മേടിക്കാനായിട്ട് അവിടെ കുറച്ച് കുറേ പ്ലമ്മിൻ്റെ കോസ്റ്റ്യൂം സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ കുറേ പ്രോഡക്റ്റുകൾ കാണും. അപ്പം നമ്മൾ കുറേ അരങ്ങിരിക്കുന്ന കാര്യങ്ങളുമില്ല, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കൊള്ളാം. വിലക്കുറവിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്കങ്ങനെ വലിയ വിലക്കുറവായിട്ട് തോന്നിയിട്ടില്ല. അവിടെ ആവശ്യത്തിന് കൂടുതൽ പ്രോഡക്റ്റുകളും കുറച്ച് നല്ല കൂടിയ പ്രോഡക്റ്റുകളാണ് അവിടെ വരുന്നതല്ല. പക്ഷേ അതിനെക്കാട്ടി വില കുറവിൽ വേറെ ഷോപ്പിലും ഞാൻ കണ്ടിട്ടുണ്ട്. അതേ സാധനങ്ങൾ തന്നെയാണ് കുറച്ചുകൂടി റേറ്റ് മാറി ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം ചിലവർക്ക് ലുലുവിലാണെങ്കിൽ ബെറ്റർ എന്ന് പറയാറുണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ അറിയാവുന്ന കുറച്ച് ഫ്രണ്ട്സ് ആൾക്കാരെല്ലാം പറയുന്നുണ്ട്, ലുലുവിൽ പോയി എടുത്തു കഴിഞ്ഞാൽ എന്തുവാണ് നമ്മുടെ ഗോതമ്പാവ് അങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസൊക്കെ ഭയങ്കര ലാഭവുമാണ്. അവിടുത്തെ കുറച്ച് പ്രോഡക്റ്റ് വരുന്ന സ്ഥിരം വരുന്ന കുറച്ച് കമ്പനികളുണ്ട്, അതൊക്കെയാണ് അവിടെ കിട്ടത്തോന്നും കുറേ പേര് പറയാറുണ്ട്. എൻ്റെ അഭിപ്രായമാണ്. എനിക്ക് ലുലു മാളിൽ പോയി വെച്ചാൽ നല്ല ദൂരവുമാണ്, പെട്രോളിൻ്റെ കാര്യങ്ങളും പിന്നെ കൊണ്ടുവരാനുള്ള ഭയങ്കര പാർക്കിങ്ങിൻ്റെ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളും തിരക്കും എല്ലാം ഉണ്ട്. അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ലുലുവിനെ പിന്നെ കുറച്ച് കൂടുതൽ വേറെ ഷോപ്പുകളും കൂടി വരുന്നുണ്ട് അവിടെ വരുമ്പോഴത്തേക്ക്. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്കും കുറച്ച് ബെറ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്തു എന്നതാണ് സത്യം. ഓക്കെ, അതുപോലെ തന്നെയാണ് ഞാൻ അടുത്തെനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാമചന്ദ്രൻ വരുമ്പോഴത്തേക്കും കുറച്ച് കൂടുതൽ ബെനിഫിറ്റ് നമുക്ക് തോന്നാറുണ്ട്. രാമചന്ദ്രനെ പോകുമ്പോൾ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ അങ്ങനെയുള്ള നമ്മൾ വിചാരിക്കും നമുക്കിപ്പം അത്യാവശ്യം വില കുറവിൽ ഡ്രസ്സ് എടുക്കാനായിട്ട് നമ്മൾ തോന്നുന്നുണ്ടെങ്കിൽ രാമചന്ദ്രനെ പോകുന്നത് ബെറ്ററായതായിരുന്നു. പക്ഷേ ക്വാളിറ്റി കാര്യങ്ങൾ അങ്ങനെ നോക്കാൻ പറ്റില്ല. അങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാക്സ് അങ്ങനെ തുടങ്ങിയുള്ള കടകളിൽ വരെ പോകേണ്ടി വരും. ഓക്കെ, ഞാൻ പറയുന്നത് സാധാരണ നമ്മളിപ്പം ഒരു 200 രൂപ ടോപ്പ് എടുക്കണം, ഒരു 500 ടോപ്പ് എടുക്കണം ബഡ്ജറ്റിന് വേണ്ടി, അങ്ങനെയൊക്കെ പ്രതിക്കുന്ന രാമചന്ദ്രൻ ബെറ്ററായിട്ടുള്ള കാരണം. പിന്നെ ഫാൻസിയും കുഴപ്പമില്ല. പിന്നെ ഹൈപ്പർ മാർക്കറ്റിൽ ഞാൻ പോയിട്ടുണ്ട്, കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ. അത്രയും നമുക്ക് പറയാം. ഒരു 10-ൽ എത്ര ശതമാനം കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഈ ഒരു 10-ൽ 8% നമുക്ക് രാമചന്ദ്രന് കൊടുക്കാം, അത്രയും പറയുന്നത്. അപ്പം ഇതാണ് അവിടുത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ. പിന്നെ പണ്ട് ബിഗ് ബസാർ ഉണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത്. അപ്പം ബിഗ് ബസാർ മാറിയ ഇപ്പോൾ തോന്നുന്നു മൈ ബസാർ എന്ന് പറഞ്ഞിട്ട് നമ്മളെ അട്ടപ്പങ്ങരല്ല പഴവങ്ങാടിലൊക്കെയായിട്ട് വന്നു. അവിടെ കുഴപ്പമില്ല എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെ മൈ ബസാറിൽ പോയിട്ടില്ല. പണ്ട് ബിഗ് ബസാറാണ് ആദ്യം ഉള്ള സമയത്ത് നല്ല ലാഭമായിട്ട് തോന്നിയിട്ടുള്ള സാധനമായിരുന്നു എന്നറിയാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, മനസ്സിലായോ. ഇപ്പോൾ ഡ്രസ്സിന് ഇപ്പോൾ നമ്മൾ എന്തായാലും ലോക്കലായിട്ട് അല്ലെങ്കിൽ കുറഞ്ഞ ഡ്രസ്സാണെങ്കിൽ ബഡ്ജറ്റിനാണ് നോക്കുകയാണെങ്കിൽ രാമചന്ദ്രൻ തന്നെയാണ് ബെറ്റർ. കുറച്ച് കാര്യങ്ങളൊക്കെ മെറ്റീരിയൽസ് ഒക്കെ എടുക്കാനായിട്ട് അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ടോപ്സ് കാര്യങ്ങളൊക്കെ കൂടുതലാണ്. ഓക്കെ, ഓരോന്നിൻ്റെ ഓരോ ഇതാണ് ഞാൻ പറഞ്ഞത്. സാധാരണക്കാർക്ക് പോകാൻ പറ്റിയത് തന്നെയാണ്. അതുപോലെ തന്നെ രാമചന്ദ്രയുടെ പഴയ രാമചന്ദ്രൻ വെച്ചാൽ നമ്മുടെ പഴവങ്ങയുടെ ബാക്കിലായിട്ട് വരും ആ രാമചന്ദ്രൻ. അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഡ്രസ്സ് ഐറ്റംസ് കുറച്ച് കൂടുതലുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഫാഷൻ കുറച്ച് നന്നായിട്ടുള്ളത് പോലെ തോന്നിയിട്ടുണ്ട്. അട്ടപ്പങ്ങനെ ഇല്ലെന്നല്ല, ഉണ്ട്, കുറച്ച് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ പോകുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ഓട്ടീസ് എന്ന് ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, അപ്പം വെള്ളാരിക്കുറിച്ച് എനിക്ക് കുറച്ച് ആക്സസ് ഈസിയാണ് പോയിട്ട് വരാൻ. ട്രിവാൻഡ്രത്ത് ഇപ്പം സിറ്റിയിൽ അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ
സാധാരണ നമ്മുടെ സാധാരണ പലചരക്ക് കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കുന്ന ഒരാളായിരുന്നു. സാധാരണ മാർക്കറ്റ് ഫ്രീകളിൽ പോയിട്ട് ഇത്ര ലിസ്റ്റിൽ സാധനം എടുക്കുന്നു, നല്ല പൈസ ആവുന്നു, തിരിച്ചു വരുന്നു, ഒരാഴ്ചയ്ക്കുള്ളിൽ ആ സാധനം ടിമ്മാവുന്നു, വീണ്ടും സാധനം വാങ്ങിക്കാൻ പോയിക്കൊണ്ടിരിക്കുന്നു. മലക്കറി വാങ്ങിക്കാൻ 100 രൂപയുടെ കിറ്റിൽ മലക്കറി വാങ്ങിച്ചാൽ ഒന്നും കാണത്തില്ല. ഓക്കെ, അപ്പം സാധാരണ 100 രൂപ മലക്കറി വാങ്ങിച്ച് 2 ദിവസം പോകാമെന്ന് പണ്ടൊക്കെ തോന്നും. ഇപ്പം ഇവർക്ക് ഈ കവറിലെ കിറ്റിൽ തരാൻ തന്നെ ഭയങ്കര മടിയാണ്. അതൊന്നുമില്ല. സാധനം അതിൽ വെച്ച് കഴിഞ്ഞാൽ സാമ്പാറിന് 2 സാധനം ഇട്ടില്ല, അതിൽ തരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 പുലിക്കില്ലേ, ഒന്നുമില്ല. അത് വീട്ടിൽ വന്ന് പിടിച്ചു നോക്കി കഴിയുമ്പോൾ നമുക്ക് ഇതെന്താ കഴിക്കാം എന്ന് തോന്നിപ്പോൾ. പിന്നെ നമുക്ക് വെട്ടിമുറിച്ച് നമ്മൾ മേടിക്കാൻ വയ്ക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ 100 രൂപയ്ക്ക് വെട്ടിമുറിച്ച് മേടിക്കുകയാണെങ്കിൽ അത് വെട്ടി വരുമ്പോൾ 400 500 അങ്ങായിട്ട് അപ്പം അങ്ങനെയും മേടിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പം ഞാൻ ഈ 2 സംഗതിയും കട്ട് ചെയ്തു. ഈ 2 വെച്ചാൽ മലക്കറി വാങ്ങിയപ്പോൾ മാറി ഞാനത് പോത്തിച്ചിട്ടുണ്ട്. മറ്റേ പലചരക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനമായിട്ട് ഞാൻ പോത്തിച്ചിട്ടുണ്ട്. പോത്തിച്ചിട്ട് കാർഡുണ്ട്. ആ കാർഡ് പറ്റുമെങ്കിൽ നിങ്ങളത് റിവ്യൂ ചെയ്ത് കയറി പോയിൻറ്റ്സ് ചെയ്ത് കൂടുമ്പോൾ നിങ്ങൾ സാധനം മേടിക്കുമ്പം അത് കുറച്ച് പൈസയൊക്കെ ഇതാക്കി കിട്ടുമെന്ന് അറിയാത്തൊക്കെ വേണ്ടിയാണ്. അറിയുന്നവരൊക്കെ പോകുന്നവരുണ്ട്. പക്ഷെ അവർ സാധനം എടുക്കാൻ മിക്കവാറും ഈ കാർഡ് അവർ ഇത് ചെയ്ത് തരത്തില്ല. നമ്മൾ ഓർമ്മിച്ച് പറഞ്ഞ് അത് ഇത് ചെയ്ത് മേടിക്കാൻ ശ്രമിക്കാറ്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പോത്തീസിൽ പോകില്ലാതെ ഒരു ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഈ വർഷാവസാനത്തിൽ അവർ വലിയൊരു സെയിൽ വിടുന്നുണ്ട്. ബില്യൺ ഡേക്ക് മറ്റേ ഫ്ലിപ്കാർട്ട് ഇടുന്ന പോലെ ഇടും കേട്ടോ. ഭയങ്കര ലാഭമെന്ന് പറഞ്ഞാൽ മിക്ക കടക്കാർ വരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ മറ്റേ നമ്മുടെ പേഴ്സിൻ്റെയൊക്കെ സോപ്പ് ഉണ്ടല്ലോ, 8 കണക്കിന് വാങ്ങിച്ചിട്ട് പോകുന്നു. പക്ഷേ ഭയങ്കര ചീപ്പ് റേറ്റാണ്. ഇത് ക്വാളിറ്റി കാര്യങ്ങളൊന്നും എനിക്കൊന്നും അറിയത്തില്ല. പക്ഷേ എങ്കിലും സംഗതി കൊള്ളാം എന്ന് പറയാനുണ്ട്. നമ്മൾ ഈ കാണുന്നതിനെയൊക്കെ വെച്ചിട്ട് അപേക്ഷിച്ച് നോക്കുമ്പോൾ ബെറ്റർ ആണോ എന്ന് വെച്ചാൽ ബെറ്ററാണ് കേട്ടോ. ഗോതമ്പ് അരിമാവ് അങ്ങനെ തുടങ്ങി എല്ലാ സാധനവും നമുക്ക് ചാക്ക് കണക്കിനായിട്ട് എടുത്തുകൊണ്ടൊക്കെ വരാം. നല്ല പൈസ കുറവാണ്. ഡിഷ് വാഷ് അപ്പം നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന കമ്പനീസും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. ഇപ്പം ലേഡീസിനാണെങ്കിൽ പിന്നെ പേഴ്സ് സാധനങ്ങൾ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിലും കുറച്ച് ബെറ്റർ ആയിട്ടുള്ളതെല്ലാം കുറച്ച് ബൾക്കിയായിട്ട് നമുക്ക് അവിടെ നിന്ന് കൊണ്ടുവരാൻ പറ്റും. ബൾക്കിയായിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞു വെച്ചാൽ റേറ്റ് പിന്നെ ആഴ്ചയ്ക്ക് ഇവർക്ക് കൊടുത്ത് ചുമ്മാ ഓഫർ ബുധനാഴ്ച ഓഫർ, ചൊവ്വാഴ്ച ഓഫർ, റിട്ടേൺ ഡേ ആണെങ്കിൽ ഓഫർ, വിഷു ആണെങ്കിൽ ഓഫർ. അപ്പം നമുക്ക് സാധാരണക്കാർക്ക് എന്ത് വാങ്ങിക്കണമെങ്കിലും ഞാൻ ഇപ്പം ഇൻസ്റ്റയിലൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ട് പേജ്. ഇതിനകത്ത് ചുമ്മാ കയറിയിട്ട് കയറി മേടിച്ചാൽ മതി. പക്ഷെ ഡ്രസ്സ് വാങ്ങിക്കാൻ പോകുന്നു കേട്ടോ. അപ്പം ഡ്രസ്സ് വാങ്ങിക്കാൻ എനിക്ക് തോന്നുന്നത് വെച്ചാൽ എൻ്റെ പൊന്നെ മുടിഞ്ഞ പൈസയുമാണ്, അത്ര വലിയ കാശിന് കൊള്ളത്തുമില്ല, ഒരു കളക്ഷനും ഇല്ലാത്ത കട. ഓക്കെ, നമ്മൾ പറയുമ്പം അത് കൂടുതൽ തന്നെ പറയണമല്ലോ. ഞാൻ എൻ്റെ അനുഭവത്തിൽ ഹൈപ്പർ മാർക്കറ്റിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അതിന് ബെറ്റർ സാധനം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഹോം അപ്ലയൻസസ് അത്രയൊന്നും തോന്നിയിട്ടില്ല നന്നായിട്ട്. അതിനൊക്കെ നന്ദിലതൊക്കെ പോകുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം. ഇതിൻ്റെ സാധനങ്ങൾക്ക് പറ്റിയ സാധനമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, നമ്മൾ വീട്ടിലെ സാധനം അതുപോലെ മലക്കറിയും കൊള്ളാം, നല്ല ഫ്രഷ് മലക്കറി. ഞാൻ ഈ മിക്കവാറൊക്കെ ഇടയ്ക്കൊക്കെ ഇടുന്ന ഈ ബ്രൊക്കോളിയൊക്കെ സാധാരണ ചേട്ടന്മാരുടെ കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല പൈസയും ഒരുപാട് കറുത്തുണങ്ങിയ സാധനമൊന്നുമില്ല. ഇവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനമൊക്കെ കിട്ടുന്നുണ്ട്. എവിടെ നാണം നിറഞ്ഞുകൂടാ. പക്ഷേ എന്തായാലും നല്ല സാധനമാണ് വരുന്നത്. നല്ല വില കുറവാണ്. ഇപ്പോൾ 200 രൂപയുടെ സാധനം ഇവിടെ ചെന്നാൽ 100 രൂപയ്ക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അത്രയ്ക്ക് വില കുറവിലായിരുന്നു. ചോളമൊക്കെ ആണെങ്കിൽ ഞാൻ പുറത്ത് 100 രൂപയ്ക്ക് 4 ചോളം എന്നൊക്കെ വിൽക്കാനായിട്ട് കിടക്കുന്നുണ്ട്. പക്ഷേ ആ പൈസയ്ക്ക് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ 2 ചോളമൊക്കെ നല്ല കട്ടിയായിട്ടുള്ള ചോളം പോലെ കിട്ടും. നല്ല വെച്ചാൽ നല്ല വേവിക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് നന്നായിട്ട് ചെയ്യുന്ന ചോളം കിട്ടും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ ഐറ്റംസ് മലക്കറി ഞാൻ പുറത്ത് നിന്ന് 100 രൂപയ്ക്ക് വേണ്ടി മേടിക്കുന്നതും അല്ലാതെ മേടിക്കുന്നതും കിറ്റിന് മേടിക്കുന്നതും ഈ സമയത്ത് ഞാൻ എന്ത് പോയി ഇപ്പം നമുക്കതിൻ്റെ വിലകൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം വില കുറവുള്ള ദിവസവും അല്ലാത്ത ദിവസം നമ്മളൊക്കെ പോയിട്ട് ഒരാഴ്ചത്തേക്കൊക്കെ മേടിച്ച് സുഖമായിട്ടില്ല. അത് പ്രത്യേകിച്ച് എനിക്കിഷ്ടപ്പെടുന്ന സാധനം വെച്ചാൽ കറിവേപ്പില കേട്ടോ. കറുത്ത് ചുക്കി കുത്തും വീണ കറിവേപ്പില കിട്ടിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് 1 കെട്ടി 20 രൂപയ്ക്ക് വരത്തുള്ളൂ. നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കിട്ടും. അതിന് ഞാൻ ഗ്യാരണ്ടിയാണ്. ഞാൻ ഏകദേശം പോകുന്ന ദിവസങ്ങളിൽ നല്ല കറിവേപ്പില കിട്ടും, നല്ല മല്ലിയിലയും കിട്ടും. പിന്നെ ഞാൻ ഈ ഉള്ളിപ്പൂവിൻ്റെ ആളാണ്. എല്ലാ ദിവസങ്ങളിൽ നല്ല ഉള്ളിപ്പൂണ്ട്, ചിലപ്പോൾ നല്ല ഭയങ്കര ബോറായ ഉള്ളിപ്പൂണ്. അതൊക്കെ നോക്കിയെടുക്കണം. അവർ എത്രയും മണി 12 മണി എടുപ്പിച്ചെന്ന് തോന്നുന്നു ഉപദേശിലെ മലക്കറിയൊക്കെ വരുന്ന ടൈമെന്നാണ്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് എനിക്ക് അവിടെ നിന്ന് തോന്നിയ കുറച്ച് നല്ല സാധനം. ഇതിനിടയിൽ നെയ്ക്ക് ഭയങ്കര ലാഭമാണ്. നെയ്യൊക്കെ യൂസ് ചെയ്യുന്നവരുടെ 300 രൂപയൊക്കെ കുറച്ച് നല്ല ഇതായിട്ട് കിട്ടും. എനിക്ക് തോന്നുന്നത് കമ്പനി നമ്പീശനം ഏതൊക്കെയാണെന്ന് തോന്നുന്നത് നോക്കില്ല. നാട് വെള്ളം പോലെ നെയ്യുണ്ട്. നമുക്കത് എന്ന് വെച്ചാൽ പറ്റിക്കാനായിട്ട് അവർ ഈസിയാണ്. വെള്ളം പോലെ ഒഴിക്കുന്നത് ഇത് തിക്കായിട്ട് കട്ടിയായിട്ടേക്കും നമുക്ക് കുറച്ച് ദിവസം കൂടുതലായിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് മേടിക്കാനായിട്ട് പറ്റിയതാണ്. അപ്പം ഇത് വെച്ചാൽ എൻ്റെ അഭിപ്രായമാണ്. അപ്പം ഞാൻ അവിടെ പോയി എനിക്കെന്ത് ലാഭമുണ്ട് അല്ലെങ്കിൽ എനിക്കെന്ത് ആണ് മേടിക്കുമ്പോൾ ലാഭം കിട്ടണേ എന്നുള്ള കാര്യത്തിലാണ് ഞാൻ ഈ പറഞ്ഞത്. ഇങ്ങനെയുള്ള ഐറ്റംസ് ബെസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ ഇടയ്ക്കൊരു ഓഫർ ഇടാറുണ്ട്.
ലൂസ് ഐറ്റംസ് അതിന് നല്ല ലാഭമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഹൈപ്പർ മാർക്കറ്റിൽ നിങ്ങൾ പോയാൽ മതി, ഓഫർ ദിവസത്തിൽ നല്ല കാര്യമുണ്ട്. നമ്മൾ ഈ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞപ്പോൾ അവിടെ ആടി സെയിൽ എന്ന് പറഞ്ഞൊരു ഇത് വയ്ക്കാറുണ്ട് കേട്ടോ വർഷത്തിൽ. എൻ്റെ പൊന്നെ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്ന് പറയുമല്ലോ, അതാണ് അതിന് നടക്കുന്നത്. വെച്ചാൽ ഇച്ചിരി നല്ല കാണുന്ന ആ സമയത്ത് അല്ലാത്തുള്ള ടൈമിലാണ് ഞാൻ പറഞ്ഞത് എനിക്ക് അത്ര താല്പര്യമില്ലെന്ന്. ആടി സെയിലിൽ ഞാൻ വെച്ചാൽ ഞാനൊരു 1700 അടുപ്പിച്ചിട്ടൊരു ചുരിദാർ എടുത്തായിരുന്നു. സ്റ്റോൺ വർക്ക്, എംബ്രോയിഡറി വർക്ക് എല്ലാം. എനിക്ക് ഈ മറ്റേ എന്തോ പറയാനായിട്ട് ഈ എംബ്രോയിഡറി എന്നുള്ള വർക്ക് നമ്മൾ ഷോളിൽ ഫുൾ എംബ്രോയിഡറി വേണം. അങ്ങനത്തെ ഒരു നല്ല ഇതായിട്ടുള്ള വയ്ക്കാറുണ്ട്. അതിൽ തന്നെ സ്റ്റോൺ വർക്കും ഉണ്ട്, ഒരു ബീഡ്സ് വർക്ക് അങ്ങനെയൊക്കെ ഉള്ളതുണ്ടായിരുന്നു. അതെന്തായാലും അല്ലാത്ത ടൈമിൽ ഒരു 10,000-2000 രൂപയ്ക്ക് പുറത്ത് തോന്നുന്നൊരു സാധനമാണ്. ആ സമയത്ത് ഇവർ ഓഫർ ഇട്ടത് ഒരു 1100 അടുപ്പിച്ചേ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 2-3 എനിക്ക് എടുക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തുടങ്ങി കുറച്ച് ഡ്രസ്സ് ആടി ടൈം സെയിൽ എന്ന് പറയുമ്പോൾ ഇടുന്ന സമയത്ത് പോത്തീസിന് എല്ലാം ആരുമില്ലെന്ന് എനിക്ക് പറയാൻ പറ്റിയിട്ടുണ്ട്. വെച്ചാൽ അത്രയും നല്ല ഓഫർ അവർ ഇടുന്നുണ്ട്. അത് കുറച്ച് കൊള്ളാവുന്ന സാധനം തരുന്നത്. അതുപോലെ ഈ മെറ്റീരിയൽ തുണീസ് എന്ന് വെച്ചാൽ നമ്മൾ ഈ സ്കേർട്ട് അടിക്കാനായിട്ട് ചുരിദാർ, ഇപ്പം ഇപ്പോഴാണ് ലെഹങ്ക അങ്ങനെയൊക്കെയുള്ള സംഗതികളെല്ലാം അടിക്കുമ്പോൾ രാമേന്ദ്രൻ പിന്നെ നെറ്റും മുറിച്ച് മേടിക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ടാകും. പക്ഷേ എൻ്റെ പൊന്നു അതിൻ്റെ പറഞ്ഞേ പറ്റത്തുള്ളൂ, ഇവർക്കില്ലാത്ത കളക്ഷൻ കേട്ടോ. ഒരുമാതിരിപ്പെട്ട് നെറ്റും വിലയുണ്ട് എനിക്ക് തോന്നുന്നു. പിന്നെ പരാഗ് എന്ന് പറഞ്ഞ കടയുണ്ട് ട്രിവാൻഡ്രത്ത്. ഇപ്പം പരാഗ് എവിടെയാണ് ഇരിക്കാറുണ്ട്, പത്ത് പാപ്പനങ്ങളുണ്ടായിരുന്നു, മാറി പപ്പനങ്ങൾ. പരാഗിലും നല്ല കളക്ഷനുണ്ട്. അത് ഇങ്ങനെയുള്ള ഡ്രസ്സ് തയ്ക്കാൻ പറ്റും. പരാഗ് കാണാനില്ല ഇടപോയത്ത്. പക്ഷേ പോത്തീസിന് ഒരു ആവറേജ് വില കൂടിയതുകൊണ്ട് വില കുറഞ്ഞതുകൊണ്ട് എങ്കിലും കളർ ഐറ്റംസ് ഒക്കെ നോക്കാനായിട്ട് ബെറ്ററായ സാധനമുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ പറയുന്നത്, ഞാൻ പോയി എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയ കടയാണ് ഞാൻ പറയുന്നത്. വേറെ കടയിലൊക്കെ കാണുമായിരിക്കും, പക്ഷേ എനിക്ക് തോന്നിയത് ഞാൻ ഷെയർ ചെയ്തു.